മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങളിത് കേട്ടോ? ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് അഭിലാഷൊക്കെ എന്തിനാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളൊന്ന് കേട്ടോക്കൂ. രണ്ടാമത് പറഞ്ഞ ഇഡിയറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, മറ്റൊരാളെ കേൾക്കാത്ത, മറ്റൊരാളെ ലിസൺ ചെയ്യാൻ തയ്യാറാവാത്ത ഒരാളെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. ആ ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇഡിയറ്റ്സ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അങ്ങനത്തെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. 3 തരം ആളുകളാണുള്ളത്. 1 സ്റ്റുഡന്റ്, 2 ഇഡിയറ്റ്, 3 അന്ധഭക്ത. 3 പേരുടെയും സവിശേഷതകളാണ് വിശദീകരിച്ചത്. ഞാൻ പറയുന്നത് മാത്രം ശരി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട എന്ന മനോഭാവമുള്ള ആളുകൾ ഇഡിയറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭരണപക്ഷത്തെ അവഹേളിക്കലാവുക? ജഗതി ഒരു സിനിമയിൽ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞത് പോലെയല്ലേ അത്? നിങ്ങൾ കേട്ടില്ലേ? ആദ്യത്തെ എന്റെ ലളിതമായ ചോദ്യമാണ്, എന്തിനാണ് അഭിലാഷൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇങ്ങനെയും വാദിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ സമനില തെറ്റിയിട്ട് സഭയിൽ നിന്നിപ്പോ തോന്നിയതാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യ. ഇന്ന് പ്രധാനമന്ത്രിയാവും, നാളെ പ്രധാനമന്ത്രിയാവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയാവുമെന്ന് ജനിച്ച കാലം മുതൽ രാഹുൽ ഗാന്ധി കേട്ട് ഈ സമയം വരെ ആവാഞ്ഞിട്ടുള്ള എല്ലാ രീതിയിലുള്ള സമനില തെറ്റിയിട്ടുമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നത്. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ല സഭയിൽ നിന്ന് ഇഡിയറ്റ് എന്നൊക്കെ ഭരണപക്ഷത്തെ വിളിക്കുന്നത്. ഈ ഇഡിയറ്റ് എന്ന് വിളിച്ചതിനെയാണ് അഭിലാഷ് ഇപ്പം ന്യായീകരിക്കുന്നത്. ഈ ഇഡിയറ്റ് എന്നൊക്കെ അഭിലാഷ് ഭരണപക്ഷത്തെ വിളിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിവേകമുള്ള ജനത പോലും രാഹുൽ ഗാന്ധിയെ പുച്ഛിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് അഭിലാഷ് ഇപ്പോ ഇഡിയറ്റിനെ പോലും വെളുപ്പിച്ച് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ അല്ല വിളിച്ചത് എന്നൊക്കെ പറയുന്നത്. ലളിതമായിട്ട് അഭിലാഷിനോടുള്ളൊരു ചോദ്യമാണ്. എന്നെ മാതൃഭൂമി ചാനലിലേക്ക് ഒരു ഡിബേറ്റിന് വിളിക്കുമ്പോൾ ഞാൻ അവിടേക്ക് വരികയാണെന്ന് കരുതാം. ഈ വരുന്ന വഴിക്ക് എന്നോടൊരു വ്യക്തി ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഫസലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് മറുപടി പറയും, ഞാൻ മാതൃഭൂമിയിലേക്ക് ചർച്ചയ്ക്ക് പോവുകയാണ് എന്ന്. അപ്പൊ സ്പോട്ടിൽ തന്നെ അത് കേട്ട വ്യക്തി ഒരു തെറി പറഞ്ഞിട്ട് ഇവനാണോ എന്ന് ചോദിച്ചാൽ ലളിതമാണ്. ഒരിക്കലും അവിടെ ഈ പറയുന്ന അഭിലാഷിന്റെ പേര് പറയുന്നില്ല, ഒരിക്കലും ഒരു അവതാരകന്റെയും പേര് പറയുന്നില്ല. ചർച്ചക്കാണെങ്കിൽ ഒരുപാട് ആളുകളും ഈ മാതൃഭൂമിയിൽ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അഭിലാഷ് പറയോ എന്നെ അല്ല വിളിച്ചത് എന്ന്? കോമൺ സെൻസിൽ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവും അത് അഭിലാഷിനെ തന്നെയാണ് പറഞ്ഞത് എന്ന്. അതേപോലെയാണ് സഭയില് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണുള്ളത്. പ്രതിപക്ഷം അങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ അത് ഭരണപക്ഷത്തിന് നേരെയും, ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേരെ പറയുന്നത് അത് പ്രതിപക്ഷത്തിനെയാണ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമല്ലേ? എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ സമനില തെറ്റിയിട്ടുണ്ട് എന്നിട്ട് പിച്ചും പേയും വിളിച്ച് പറയുകയാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇന്ന് പ്രധാനമന്ത്രി, നാളെ പ്രധാനമന്ത്രി, ഒരിക്കലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. മറ്റൊരു വെളുപ്പിക്കൽ കൂടി ഒന്ന് കേട്ടോക്കൂ. വിദ്യാർത്ഥികളെ പഴയ കേസുകൾ ചൂണ്ടിക്കാണിച്ച് വേട്ടയാടുക കൂടിയാണ്. SFI നേതാവ് ഐഷി ഘോഷ് 2021 ബംഗ്ലാ ഭവൻ പിക്കറ്റ് ചെയ്യാൻ പോയ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള കേസ് വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് പോലും എത്തുന്നത്. മറ്റ് വിദ്യാർത്ഥികളെയും സമാനമായ വിധത്തിൽ വേട്ടയാടിയേക്കാം. സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിന് ബലമായി ഉണ്ടല്ലോ. ആ നിലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഫ്രെയിം ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണോ മുന്നോട്ടുള്ള പോക്ക്? നിങ്ങൾ കേട്ടില്ലേ എന്താണ് അഭിലാഷൊക്കെ ശ്രമിക്കുന്നത്? രാജ്യത്തെന്തോ അരാജകത്തുണ്ട്, രാജ്യത്തെന്തോ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയാണോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് ഐഷ ഘോഷിയെ എന്തോ ചെയ്തു, എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്, ഇതെന്തോ ആധിപത്യമാണോ എന്ന രീതിയിലൊക്കെയല്ലേ ചോദിക്കുന്നത്? അഭിലാഷേ, ലേശൊക്കെ ഉളുപ്പൊക്കെ ആയിക്കൂടെ? ഒരു കേസ് 2021 ഒരു കേസ്, അതിൽ ഹാജരാവാതിരുന്നാൽ സ്വാഭാവികമായിട്ടും വാറണ്ട് പുറപ്പെടുവിപ്പിക്കില്ലേ? ഇതൊക്കെ ഒരു നിയമപരമായിട്ട് ഇതൊക്കെ ഒരു ബേസിക് നോളേജ് അല്ലേ? ഇത് തുടർച്ചയായിട്ട് ഹാജരായില്ലെങ്കിൽ അത് വലിയ കേസൊന്നും ആവണ്ട. സാധാ പെറ്റി കേസ് പോലും ആണെങ്കിൽ, സാധാരണ ഒരു സമരം ചെയ്തൊരു വിഷയമാണെങ്കിൽ പോലും ഓരോ രീതിയിൽ ആക്രമണമൊന്നുമില്ലാത്ത സാധാരണ ഒരു
ഒരു റോട്ടിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ആണെങ്കിൽ അത് കേസെടുത്താൽ അതിന് സ്ഥിരമായിട്ട് പോയിട്ടില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിപ്പിക്കില്ലേ? കേരളത്തിലാണെങ്കിൽ അത് ഉണ്ടാവാറില്ലേ? പോലീസുകാർ എവിടെയാണോ പ്രതിയുള്ളത് അത് സ്വന്തം വീട്ടിലാണെങ്കിൽ ആ വീട്ടിലേക്ക് വരാറില്ലേ? ലളിതമായ ചോദ്യം. അത് തന്നെയല്ലേ ഡൽഹിയിലും നടന്നിട്ടുള്ളത്? AKG സെന്ററിലേക്ക് എത്തിയതാണ് ഇവർക്ക് വലിയ സംഭവം. AKG സെന്റർ കേരളത്തിലുള്ള ആൾക്കല്ലേ വലിയ കൊമ്പൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഡൽഹി പോലീസിന് എന്ത് AKG സെന്റർ, എന്ത് കൊമ്പാണുള്ളത്? ഒരു കൊമ്പില്ല എന്നുള്ളത് ഡൽഹി പോലീസിന് കൃത്യമായിട്ട് അറിയില്ലേ? അവരവര് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതിനെ പോലും എന്തിനാണ് അഭിലാഷേ എന്തോ അരാജകത്താണ് രാജ്യത്തെ എന്ന രീതിയിൽ മലയാളികളിലേക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഏഷ്യാനെറ്റില്, റിപ്പോർട്ടർ ചാനലൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് കഴിഞ്ഞ രാത്രിയിലേതാണ് അഭിലാഷ് പറഞ്ഞ് നമ്മൾ കൊടുത്തത്. ഇപ്പൊ ഇക്കഴിഞ്ഞ മണിക്കൂറില് ഏഷ്യാനെറ്റില്, റിപ്പോർട്ടർ ചാനലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഷി ഘോഷിന് എതിരായ ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കി കോടതി. ദില്ലി പോലീസിന് തിരിച്ചടി. എന്ത് തിരിച്ചടി ഡൽഹി പോലീസിന് കിട്ടിയെന്ന ഇവർ ഈ പറയുന്നത്? ഇതിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പൊളിയുന്നില്ലേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടേത്? അതായത് ഐഷി ഘോഷിന് എതിരായ ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കി കോടതി. കോടതിയാണ് ജാമ്യമില്ലാ വാറണ്ട് ഐഷി ഘോഷിനെതിരെ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഡൽഹി പോലീസ് എന്താ ചെയ്തത്? രാജ്യത്തെ നിയമം നടപ്പിലാക്കിയത് മാത്രല്ലേ? ഡൽഹി പോലീസിന് എന്ത് AKG സെന്റർ? AKG സെന്ററിന് എന്തെങ്കിലും കൊമ്പുണ്ടോ? ഡൽഹി പോലീസിനെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പുമില്ലാത്തൊരു ഓഫീസ്. അതേസമയത്ത് കേരളത്തിൽ എന്തെങ്കിലും കൊമ്പോ വള്ളി ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പൊക്കി പിടിക്കുകയും ചെയ്തോട്ടെ. പക്ഷേ രാജ്യത്ത് എന്തോ അരാജകത്വമുണ്ട് എന്ന രീതിയിൽ എന്തിനാ ഇവിടെ വാർത്ത കൊടുക്കുന്നത്? നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇവിടെ കേസുള്ള ആളുകൾക്ക് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചാല് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ, ഇവിടെ DYFIക്കാരനെതിരെ, ഇവിടെ എല്ലാ ആളുകൾക്കെതിരെയും കോടതി വാറണ്ട് പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇവരുടെ വീട്ടിലേക്ക് ആർക്കെതിരെയാണോ കേസുള്ളത് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചത് അതിന് എന്ത് ചെറിയ കേസാണെങ്കിലോ സ്ഥിരമായിട്ട് ഹാജരായിട്ടില്ലെങ്കിൽ, പറയുന്ന സമയത്ത് ഹാജരായിട്ടില്ലെങ്കിൽ പോലീസ് കേരളത്തിൽ വീടുകളിലേക്ക് വരാറില്ലേ? അതേപോലെ തന്നെ ഡൽഹിയിൽ ചെയ്യുമ്പോ എന്തിനാണ് ഇവിടെ എന്തോ പ്രശ്നമുള്ളത് പോലെ? പിന്നെ ദില്ലി പോലീസിന് എന്ത് തിരിച്ചടി? കോടതി വാറണ്ട് പുറപ്പെടുവിപ്പിച്ചാൽ പ്രതികൾ ആരോ അവരെ തേടി പോവേണ്ടത് പോലീസിന്റെ ജോലിയല്ലേ? അവരതല്ലേ ചെയ്യുന്നത്? ഇപ്പൊ എന്താണ് ഐഷി ഘോഷ് ചെയ്തിട്ടുള്ളത്? കോടതിയിൽ പോയിട്ട് ഹാജരായി 1000 രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു. ഇത് ഈ രാജ്യത്തെ നിയമല്ലേ? ഇത് എന്ത് തിരിച്ചടിയാ പോലീസിനുണ്ടായത്? പോലീസ് നിയമം നടപ്പിലാക്കിയതാണ് എന്ന് ഇവരുടെ വാർത്ത കേട്ടാൽ തന്നെ ബോധവും വിവേകവുമുള്ള സകല ആളുകൾക്കും ലളിതമാക്കി മനസ്സിലാക്കാനും സാധിക്കുന്നില്ലേ? ആക്കെല്ലാ വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ എന്തിനാണ് കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടെടുത്ത് വെറുതെ പൊള്ളയായ വാർത്തകൾ നിരന്തരം കൊടുക്കുന്നത്? അല്ലെങ്കിലും മോദി 3ാം ടേമും ഭരിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമങ്ങളുടെയും സഹായത്തോടെയല്ല. രാജ്യത്തെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ ചാനലുകളുടെ കൃത്യമായ സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാ കേരളത്തിലും നമ്മളെ പോലെയുള്ള ആളുകൾ നിരന്തരം യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി പ്രമുഖ മാധ്യമങ്ങൾ കണ്ട് ആ കള്ളത്തരം വീങ്ങലൊക്കെ മലയാളികൾ നിർത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ പ്രമുഖ മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത്.